ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസി അടക്കം 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി നമിത നാരായണൻ ചേരുന്നുണ്ട്. നമിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തോട് ഇന്ന് അടുക്കുകയാണ്. ഏറ്റവും നിർണായകമായിരിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസി അടക്കമുള്ള 57 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ ദിനം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും എങ്ങനെയാണ് അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? ഹരിത, 7 മണിയോട് കൂടി തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ സമാധാനപരമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 57 മണ്ഡലങ്ങളിൽ നിന്നായി 904 സ്ഥാനാർത്ഥികളാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നിരവധി സ്റ്റാർ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്നത്തേതെന്ന് വേണം പറയാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെയാണ്. നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലും ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ അദ്ദേഹമുള്ളത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനം 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ധ്യാനം ഇന്ന് ഉച്ചയോടെയായിരിക്കും അവസാനിക്കുക. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ധ്യാനം നടത്തുന്നത്. 2019 അദ്ദേഹം സമാന രീതിയിൽ ഒരു ധ്യാനം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് കേദാർനാഥിലെ ഗുഹയിലായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം ധ്യാനം നടത്തിയിരുന്നത്. അതിന് സമാനമായ ഇപ്പോൾ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലും അദ്ദേഹം ധ്യാനമിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായി മത്സരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എതിരാളിയായി മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവായ അജയ് റായ് ആണ്. 2012 അജയ് റായ് കോൺഗ്രസിലെത്തിയത്. അതുവരെ അദ്ദേഹം ഒരു BJP നേതാവായിരുന്നു. ഈ 7ാം ഘട്ടത്തിലെ ഈ തെരഞ്ഞെടുപ്പ്, അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്ന് കങ്കണ റണാവത്താണ്. നടി കൂടിയായ കങ്കണ മാണ്ടിയിലാണ് മത്സരിക്കുന്നത്. കങ്കണയുടെ എതിരാളി വിക്രമാദിത്യ സിംഗ് ആണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിൻ്റെ മകനാണ് അദ്ദേഹം. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ, ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ മിസ ഭാരതി, ചരൺജിത് സിംഗ് ചന്നി, അഭിഷേക് ബാനർജി, പിന്നെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ പ്രണീത് കൗർ എന്നിവരെല്ലാവരും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്നാണ് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ ഇത്രയും അധികം സ്റ്റാർ കാൻഡിഡേറ്റുകൾ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നത്തേതെന്നുകൊണ്ട് തന്നെ ഇന്നത്തെ വോട്ടെടുപ്പിൽ ഉയർന്ന രീതിയിലുള്ള പോളിംഗ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ആറ് ഘട്ടങ്ങളിലെയും പോളിംഗ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 70% താഴെയായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തേത് അല്പം ഉയരാനുള്ള സാധ്യത പറയുന്നുണ്ടെങ്കിൽ കൂടി ഉത്തരേന്ത്യയിൽ കനത്ത ചൂടാണുള്ളത്. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം വർദ്ധിച്ചതിനാൽ തന്നെ ഇത്തവണ ഒരുപക്ഷെ പോളിങ്ങിനെ ബാധിച്ചേക്കുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 110ഓളം പേരാണ് ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. അത് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തെത്തുന്നതായിരിക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷമായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തെത്തുക. എന്നാൽ ഇന്നത്തെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലോട് കോൺഗ്രസ് പ്രതികരിക്കില്ല. കോൺഗ്രസ് ഈ എക്സിറ്റ് പോൾ ഫലം ബഹിഷ്കരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു യോഗം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വിളിച്ച് ഈ യോഗത്തിലേക്ക് കോൺഗ്രസിൻ്റെ എല്ലാ സഖ്യകക്ഷികൾക്കും ക്ഷണമുണ്ട്. എന്നാൽ മമതാ ബാനർജി ഈ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് വൈകിട്ട് 3 മണിയോടെ ആയിരിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേരുക. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതോടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുകൂലമാണെങ്കിൽ തുടർ നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചിരിക്കുന്നത്. BJD, YRS, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി ചർച്ച നടന്നേക്കുമെന്നും പറയുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലവും തുടർ നീക്കത്തിൽ പ്രധാനമായിരിക്കും. അതേസമയം തന്നെ വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നതെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു എടുത്തു പറയാനുള്ള ഒരു കാര്യം,
പഞ്ചാബിലെ സംഭവമാണ്. പഞ്ചാബിൽ കർഷക സംഘടനകൾ ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് പഞ്ചാബിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാനഘട്ട തെരഞ്ഞെടുപ്പിലെ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലെ കർഷക സംഘടനയായ കിസാൻ മോർച്ച പറഞ്ഞിരിക്കുന്നത് കർഷകർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അടുത്ത കാലങ്ങളിലായി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ഓർക്കണം. കോർപ്പറേറ്റ് വൽക്കരണത്തെ തോൽപ്പിക്കണമെന്നൊക്കെയാണ് കിസാൻ മോർച്ച പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിലവിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നമിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ സഖ്യ യോഗവും ചേരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസി മണ്ഡലമാണ് ഏറ്റവും ആളുകൾ ഉറ്റുനോക്കുന്നത്. അവിടുത്തെ പോളിംഗ് നിരക്ക് എങ്ങനെയായിരിക്കും? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പോളിംഗ് നിരക്കായിരിക്കുമോ അവിടെ ഉണ്ടാവാൻ സാധിക്കുന്നത്? എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് പറയുന്നത്? ഹരിത, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി മാത്രമേ പുറത്തെത്തുകയുള്ളൂ. അതേസമയം തന്നെ ഈ മുൻകാലഘട്ടങ്ങൾ 2019 കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ BJPക്കായിരുന്നു, NDA സഖ്യത്തിനായിരുന്നു മികച്ച ഫലം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി മണ്ഡലത്തിൽ അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം കൂടുതലായിട്ടുള്ളത്. അവിടെ അദ്ദേഹം തന്നെ വിജയിക്കുമെന്നാണ് BJP അണികൾ ഒന്നടങ്കം വിശ്വസിക്കുന്നത്.